അപ്പോൾ നമ്മൾ അന്ന് വെച്ച ആ വാഴ അത്യാവശ്യം വലുതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആഴ്ച മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല, അതിൽ കാണിച്ച ചെറുത് വെച്ചത് അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ. അതിനിടയിലൊരു മുള്ളൻചീരയാണ്, അപൂർവമായിട്ട് 1-2 കണ്ടാണ് കേട്ടോ. കപ്പ തളിരെടുത്ത് തുടങ്ങി. ഇത് വലിയ വാഴകളാണ്, അത്യാവശ്യം പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. മതിലിന് സൈഡിലേ ചെറിയൊരു വള്ളി കണ്ടോ, ഇതറിയാതെ ഇങ്ങനെ വന്നതാണ്. കുരുമുളകിൻ്റെ വള്ളിയാണ്. കുറച്ച് കുരുമുളക് ഉണ്ട് കേട്ടോ, അത് ആയി വരുന്നുള്ളൂ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞത് പറിച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ടാണ് കേട്ടോ. അത്യാവശ്യം വീട്ടിലുള്ള കുറച്ചുണ്ട്. ഇതിങ്ങനെ 2 വെച്ച് കൊടുത്തതാണ്. അതെന്താവെന്ന് അറിയില്ല, 2 ഉണ്ടാവോ എന്താ അറിയില്ല. സാമ്പിൾ പരീക്ഷണം നോക്കിയാണ് കേട്ടോ, എന്തായാലും ഉണ്ടാവുമ്പോൾ അറിയാം. കറിവേപ്പിലയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ വീഡിയോയിൽ എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല, ഇല്ല കാണിച്ചു തരാം നമുക്ക് കേട്ടോ. ഒരു ക്ലിയർ ഇല്ല, ഒരു പുഴുക്കുത്ത് പോലെയാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഇതാണോ ഇങ്ങനെ കാണും, അതിനെന്തെങ്കിലും മരുന്നെന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ അറിയുന്നവരെ. ഇതുണ്ട് ഒരു വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ ഇതായി കണ്ടോ, എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് അറിയുന്നവരൊന്ന് പറയണേ. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു മുട്ട കൊടുത്തിരിക്കുകയാണ്. തനിയെ അതൊന്നുണ്ടായി വരുന്ന കേട്ടോ. 1 വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അതിൻ്റെ കുട്ടി ഉണ്ടായിട്ട് അങ്ങനെ വളർന്നു വരുന്നതാണ്. അങ്ങനെ വലിയ നോട്ടം കാര്യങ്ങളൊന്നും ഇല്ല അതിൽ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വളർന്നു വരും, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? അറിയുന്നൊരു കമൻറ്റ് ചെയ്യും. ചേമ്പിൻ്റെ തണ്ടാണ് ഇത് കണ്ടോ. ഇത് വന്നിട്ട് പെരിച്ചാഴി എന്താണ്ട് മാന്തി ഇടുന്നതാണ്. വന്നിട്ട് കുറച്ച് വലുതായി കിഴങ്ങായി കഴിയുമ്പോഴേക്കും അമ്മമാർ വന്ന് അമർത്തിക്കളയും. അത് നിറയുണ്ട്. കിഴങ്ങ് അതിൽ നിന്ന് എടുക്കുക, അവർ സ്ഥലം കാര്യമാക്കും. ഇത് അമ്മമാരുടെ സ്ഥിരം പരിപാടിയാണ്. ഇയാൾ കുറച്ച് ചെറുതാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.